ഞാൻ മേയറാണ്, കോർപ്പറേഷൻ മേയറാണ്. എന്താ പേരെന്താ നിങ്ങളുടെ? പ്രേമാണ് ഈ ബിൽഡിങ്ങിന്റെ കോൺട്രാക്ടർ. അപ്പോൾ എവിടെയുള്ള പ്രേം ഇപ്പം? അപ്പോൾ ആരാ ഇതിന്റെ ഓണർ? തങ്കപ്പൻ. അപ്പോൾ ഇതിന്റെ ഇപ്പോൾ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് കാണണമല്ലോ. ആരെല്ലാം ഉള്ളത്? അതെ, കോർപ്പറേഷനിൽ നിന്ന് ഈ നിർമ്മാണം നടത്താൻ വേണ്ടി, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണം നടത്താൻ വേണ്ടി തന്ന രേഖകൾ. ഇപ്പോൾ ഞങ്ങൾ സെക്രട്ടറി ഉണ്ട്, മരാമത്ത് ചെയർപേഴ്സൺ ഉണ്ട്, ഞങ്ങളുടെ എഞ്ചിനീയർമാരുണ്ട്. അപ്പോൾ ആ ഡോക്യുമെന്റ്സ് എത്രയും പെട്ടെന്ന് കാണും. എപ്പോൾ എത്തിക്കാൻ പറ്റും? എത്ര സമയത്തിൽ എത്തിക്കാൻ പറ്റും? ഞങ്ങളോട് നിൽക്കുക. അപ്പോൾ ആ ഡോക്യുമെന്റ്സ് ഞാനിപ്പോൾ ഉദ്യോഗസ്ഥരെ കൊടുക്കാം, അവർ പറയാം. ഡോക്യുമെന്റ്സ് കണ്ടതിന് ശേഷം അത് ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുക്കാം. ഞാൻ സെക്രട്ടറിയെ കൊടുക്കാം, അദ്ദേഹം പറയാം. ഉദ്യോഗസ്ഥ കാര്യം അദ്ദേഹം പറയും. ഹലോ, സെക്രട്ടറിയാണ്. അപ്പോൾ ഇതിൽ പെർമിറ്റ് വല്ലതും മേടിച്ചിട്ടുണ്ടോ? കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് തുടങ്ങാൻ പാടില്ലല്ലോ. ആപ്ലിക്കേഷൻ കൊടുത്ത് സാങ്ഷൻ വരയ്ക്കാൻ ശേഷം തുടങ്ങാൻ പാടില്ല. അപ്പോൾ അടിയന്തരമായിട്ട് വർക്ക് നിർത്തിവെച്ചതിന് ശേഷം അതിൻ്റെ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ഹാജരാക്കുക. അതിനുശേഷം പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് തുടങ്ങാം. അടിയന്തരമായിട്ട് വർക്ക് നിർത്തിവെക്കാനായിട്ട് ഇവിടെ സൂപ്പർവൈസർമാരാണ് അവിടെ പറയുക. എന്നിട്ട് ഡോക്യുമെന്റ്സ് ഇന്ന് തന്നെ ഓഫീസിൽ കൊണ്ടുവരും. ആരായാലും എത്ര കൊലക്കൊമ്പനായാലും അനധികൃത നിർമ്മാണം ഒന്നും അനുവദിക്കുന്ന പ്രശ്നമില്ല. അനധികൃതമായി നിർമ്മിച്ച എല്ലാം തന്നെ പൊളിച്ചു മാറ്റും. ഇതിപ്പോ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരമാണുള്ളത്. ഈ സ്ഥലത്തുൾപ്പെടെ അനധികൃത നിർമ്മാണം തടിച്ചു കൊള്ളുകയാണ്. സിറ്റിയുടെ പല ഭാഗത്തും നടക്കുന്ന ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങളാണ് ഇവിടെ വെള്ളക്കെട്ടുണ്ടാവാൻ കാരണമാകുന്നത്. അതോടൊപ്പം തന്നെ യാത്ര ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണമാകുന്നത്. ആരായാലും എത്ര കൊലക്കൊമ്പനായാലും അനധികൃത നിർമ്മാണം ഒന്നും അനുവദിക്കുന്ന പ്രശ്നമില്ല. അനധികൃതമായി നിർമ്മിച്ച എല്ലാം തന്നെ പൊളിച്ചു മാറ്റും. ഒരുപക്ഷെ അവർ കോടതിയിലൊക്കെ പോയിട്ട് കുറച്ചു കാലം അതിനെ നീട്ടുമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ നൂലാമാലകൾ പിടിച്ചിട്ട് കുറച്ചു കാലം നീട്ടുമായിരിക്കാം. ഒരു കാരണവശാലും കോർപ്പറേഷൻ ഭരണസമിതി ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തികം കൊടുത്ത് അവരെ സ്വാധീനിച്ചുകൊണ്ട് നിയമങ്ങൾ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാനുള്ള പരിശ്രമമെങ്കിൽ ഒരു കാരണവശാലും അവരുടെ മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ തയ്യാറായില്ല. ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും.